പ്രിയ സുഹൃത്തുക്കളെ, പെസഹ വ്യാഴത്തിൻ്റെ ഈ ഗൗരവമേറിയ നിമിഷത്തിൽ നിങ്ങളുടെ ശ്രദ്ധ അന്ത്യ അത്താഴ സമയത്ത് ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുന്ന യേശുവിലേക്ക് തിരിയട്ടെ. പെട്ടെന്ന് യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തുടങ്ങുന്നു. ഇതൊരു ആചാരമല്ല, ഒരു പഠന രീതിയുമല്ല, ഇതൊരു വെളിപ്പെടുത്തലാണ്. ഈ സംഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യേശു ചെയ്ത പ്രവൃത്തിയേക്കാൾ പത്രോസ് അനുഭവിച്ച ആന്തരിക സംഘർഷമാണ്. കാരണം അതാണ് നമ്മുടേതും. യേശു പത്രോസിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ പത്രോസ് ചോദിക്കുന്നു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? ഈ ചോദ്യം ഒരു എതിർപ്പല്ല, ഇതൊരു ആന്തരിക ചലനമാണ്. ഒരു മനുഷ്യൻ തൻ്റെ ഗുരുവിനെ ഉയർന്ന സ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുമ്പോൾ ആ ഗുരു പെട്ടെന്ന് തൻ്റെ മുമ്പിൽ വന്ന് കുനിയുന്നതും തൻ്റെ പാദങ്ങൾ കഴുകാൻ തുടങ്ങുന്നതും കണ്ടപ്പോൾ പത്രോസിന് ഒരു അസമത്വം അനുഭവപ്പെട്ടു. ഇത് ശരിയായ നടപടിയാണോ? ഇത് സംഭവിക്കേണ്ട കാര്യമാണോ? ഈ ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത്തരം സംശയങ്ങൾ അനിവാര്യമാണ്. പുതിയ സത്യങ്ങൾ പഴയ ധാരണകളെ തകർക്കുമ്പോൾ മനസ്സിൽ ഒരു കുലുക്കം ഉണ്ടാകുന്നു. നമ്മൾ ഇതുവരെ മുറുകെ പിടിച്ചിരുന്നതെല്ലാം അപ്രതീക്ഷിതമായി ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ നിമിഷത്തിൽ ഉയരുന്ന സംശയം ഒരു പ്രശ്നമല്ല, അതൊരു അവസരമാണ്. ഭയപ്പെടേണ്ട ഒന്നല്ല, അതൊരു പാലമാണ്. ഇക്കരയിൽ നിൽക്കുന്നത് നമ്മുടെ പഴയ ധാരണകൾ, പരിചിതവും സുരക്ഷിതവും. എന്നാൽ മറുകരയിൽ നിൽക്കുന്നത് പുതിയ സത്യം, അപരിചിതവും ചിലപ്പോൾ അസ്വസ്ഥമാക്കുന്നതുമാണ്. ഈ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ സംശയം. സംശയമില്ലെങ്കിൽ നാം പഴയതിൽ തന്നെ കുടുങ്ങി നിൽക്കും. സംശയം ഉയരുമ്പോൾ മാത്രമാണ് ഇത് ശരിയാണോ എന്ന ചോദ്യം നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സംശയം നമ്മെ രണ്ടു വഴികളിലേക്ക് നയിക്കും. ഒന്ന്, അത് തുറന്ന മനസ്സോടെ സ്വീകരിച്ചാൽ അത് അന്വേഷണമാകും. അന്വേഷണം അറിവിലേക്ക് നയിക്കും. അറിവ് മാറ്റത്തിലേക്ക് നയിക്കും. മറ്റൊന്ന്, അത് ഭയത്തോടും അഹങ്കാരത്തോടും ചേർന്നാൽ അത് പ്രതിരോധമായി മാറും. പ്രതിരോധം കടുംപിടുത്തമായി മാറും. കടുംപിടുത്തം വളർച്ചയെ തടയും. അതിനാൽ സംശയത്തിന്റെ ഗുണം അതിൻ്റെ സ്വഭാവത്തിലല്ല, അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനാലാണ്. സംശയം ഒരു വാതിലാണ്. അത് തുറന്നാൽ അത് നമ്മെ പുതിയ ലോകത്തിലേക്ക് നയിക്കും. അതടച്ചാലോ അത് നമ്മെ പഴയ ഇരുട്ടിൽ തന്നെ പിടിച്ചു നിർത്തും. അതുകൊണ്ട് ആത്മീയ യാത്രയിൽ സംശയം അവസാനമല്ല, അതൊരു രോഗമല്ല, അതൊരു യാത്രയുടെ തുടക്കമാണ്. ഇവിടെ വരെ പത്രോസ് ശരിയായ വഴിയിലായിരുന്നു. പക്ഷേ ഒരു നിർണായ ഘട്ടത്തിൽ ഒരു ചെറിയ മാറ്റം സംഭവിക്കുന്നു. ആ സംശയം അതിൻ്റെ ആരോഗ്യകരമായ സ്വഭാവം നഷ്ടപ്പെടുത്തി ഒരു കടുംപിടുത്തമായി മാറുന്നു. നമുക്ക് പത്രോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. ഗുരുവിനെ നോക്കി അവൻ പറയുകയാണ്, നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത്. ഇതൊരു തീരുമാനമാണ്. ഇത് മനസ്സിലാക്കാനുള്ള ശ്രമമല്ല, ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പേ എടുത്ത വിധിയാണ്. ഇനി അവൻ അന്വേഷിക്കുന്നില്ല, അവൻ കേൾക്കുന്നില്ല, അവൻ തുറന്നിരിക്കുന്നില്ല. മനസ്സടയുമ്പോൾ സത്യം കടന്നു വരാൻ കഴിയില്ല. കാരണം സത്യത്തിന് ഒരു തുറന്ന ഇടം വേണം, ഒരു കേൾക്കുന്ന ഹൃദയം വേണം. ഇവിടെ പത്രോസ്
തൻ്റെ ബോധത്തിൻ്റെ പരിധിയെ ഒരു മതിലാക്കി മാറ്റുന്നു. അവൻ ആദ്യം ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? പക്ഷെ പിന്നീട് അവൻ പ്രഖ്യാപിക്കുന്നു, നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത്. ഇവിടെയാണ് നിർണായകമായ മാറ്റം. പ്രശ്നം യേശുവിൻ്റെ പ്രവൃത്തിയല്ല, തൻ്റെ മനസ്സിലാക്കലിൻ്റെ പരിമിതിയാണ്. പക്ഷെ അവൻ അത് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അവൻ സ്വന്തം പരിമിതിയെ സത്യത്തിൻ്റെ മാനദണ്ഡമാക്കി മാറ്റുന്നു. അതിനാലാണ് അവൻ പറയുന്നത്, നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത്. ഇതൊരു വാചകം മാത്രമല്ല, ഇതൊരു അടച്ച മനസ്സിന്റെ പ്രഖ്യാപനമാണ്. അവന്റെ ഉള്ളിലെ യഥാർത്ഥ വാക്ക് ഇതാണ്, എനിക്ക് ഇത് മനസ്സിലാകുന്നില്ല, അതിനാൽ ഇത് ശരിയല്ല. ഇതാണ് അടച്ച മനസ്സിന്റെ അടിസ്ഥാനം. ഇവിടെ പ്രശ്നം മനസ്സിലാകാത്തതല്ല, മനസ്സിലാകാത്തതിനെ നിരസിക്കുന്നതാണ്. പുതിയ സത്യം വന്നാൽ അത് അസ്വസ്ഥത സൃഷ്ടിക്കും. ആ അസ്വസ്ഥത സഹിക്കാൻ കഴിയാത്തപ്പോൾ മനസ്സ് വാതിൽ അടയ്ക്കുന്നു. അപ്പോൾ അന്വേഷണം നിൽക്കും, സ്വയം സംരക്ഷണം തുടങ്ങും. അതിനാലാണ് അവൻ വീണ്ടും ഉറപ്പിക്കുന്നത്, നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത്. ഇതാണ് ആ മതിൽ. കേൾക്കാത്ത, ചോദിക്കാത്ത, സ്വീകരിക്കാത്ത മനസ്സ്. അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയുന്നിടത്ത് വാതിൽ തുറക്കും. പക്ഷേ നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത് എന്ന് പറയുന്നിടത്ത് മതിൽ പണിയപ്പെടും. സ്നേഹമുള്ളവരെ, ആത്മീയ വളർച്ച തീരുമാനിക്കുന്നത് നാം ജനാല തുറക്കുമോ അല്ലെങ്കിൽ ഈ വാക്കുകൾ ആവർത്തിച്ച് മതിൽ പണിയുമോ എന്നതാണ്. സംശയം ഉണ്ടായിരിക്കുമ്പോൾ മനുഷ്യന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കടുംപിടുത്തം വന്നാൽ യാത്ര നിൽക്കും. സംശയം ചോദ്യം ചോദിക്കും, കടുംപിടുത്തം ഉത്തരങ്ങൾ അടച്ചുപൂട്ടും. സംശയം എന്തുകൊണ്ട് എന്ന് ചോദിക്കും, കടുംപിടുത്തം ഇല്ല എന്ന് പ്രഖ്യാപിക്കും. ഇവിടെ ഏറ്റവും അപകടകരമായത് ഇത് അഹങ്കാരത്തിന്റെ തുറന്ന പ്രകടനമല്ല, ഇത് ഭക്തിയുടെ ഭാഷയിൽ മറഞ്ഞിരിക്കുന്ന പ്രതിരോധമാണ്. നോക്കുക, പത്രോസ് ഗുരുവിനെ ആദരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ആ ആദരവിന്റെ ഉള്ളിൽ ഒരു നിയന്ത്രണ ശ്രമം ഒളിഞ്ഞിരിക്കുന്നു. എന്താണത്? അവൻ പറയുന്നു, നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത്. ഇതാണ് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം. നാം പലപ്പോഴും ദൈവത്തെ നിരസിക്കുന്നില്ല, പക്ഷെ ദൈവം നമ്മിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ നാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ പഠിക്കേണ്ട സത്യം വളരെ വ്യക്തമാണ്. തുറന്ന മനസ്സില്ലെങ്കിൽ സത്യം മുന്നിൽ നിൽക്കുമ്പോഴും നമുക്കത് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായത് വലിയ അറിവല്ല, ഒരു തുറന്ന മനസ്സാണ്. എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് സമ്മതിക്കാൻ കഴിയുന്ന വിനയം, ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന മനസ്സ്. കാരണം മനസ്സ് തുറന്നിരിക്കുമ്പോൾ മാത്രമേ സംശയം ബോധമായി മാറൂ. ഇത് പത്രോസിന്റെ മാത്രം കഥയല്ല, ഇത് നമ്മുടെയൊക്കെ കഥയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾക്ക് അനുവദിക്കാം, നമ്മുടെ പാദങ്ങൾ കഴുകാൻ നമുക്ക് അനുവദിക്കാം. നന്ദി.